ഏകനാകുന്നു, അവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്ന് ബൈബിൾ പറയണം. നമ്മുടെ നാട്ടിൽ അഖണ്ഡനാമയജ്ഞം എന്ന പേരിൽ അമ്പലങ്ങളിൽ നിന്ന് നമ്മൾ ചില ഗദ്യങ്ങൾ രാവിലെ മുതൽ അവ്വൽ സുബ്ഹ് മുതൽ പുലർച്ചെ മുതൽ വൈകിട്ട് വരെ നമ്മൾ കേൾക്കാറുണ്ട്. ചില പ്രത്യേക ദിവസങ്ങളിൽ ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ മഹാപാപോ ശസ്ത്രേ തുഭ്യം നമോ നമഃ. ഭൂതനാഥ സദാനന്ദ സർവ ഭൂമിയുടെയും സൃഷ്ടാവായ ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര എല്ലാത്തിനെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ആ ദൈവം ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ മഹാപാപോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ആ ഏകനായ ഒരുവനായ ദൈവത്തിലാണ് മുഴുവൻ രക്ഷയുമെന്ന് ഇതര മതസ്ഥരുടെ വേദഗ്രന്ഥങ്ങളിൽ ശ്ലോകങ്ങളിൽ നമ്മൾ വായിച്ചെടുക്കുകയാണ്. ഇതേ രൂപത്തിൽ ഋഗ്വേദം ദൈവത്തിനു പ്രതിമയില്ല, ഒരു പ്രതിമയില്ലാത്ത, രൂപമില്ലാത്ത, ചിത്രമില്ലാത്ത ആ ദൈവത്തെ ആരാധിക്കൂ എന്ന് ഇതര മതഭേദഗ്രന്ഥങ്ങൾ അടക്കം പഠിപ്പിക്കുകയാണ്. അപ്പൊ ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നത് ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരുടെ എല്ലാം പ്രബോധന ദൗത്യമായിരുന്നു എന്ന ആ വിഷയത്തെ കുറിച്ച് പഠിക്കുന്ന കേവലം വിശുദ്ധ ഖുർആനിൽ നിന്ന് മാത്രമല്ല, ഇതര മതഭേദഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ വേദഗ്രന്ഥങ്ങളെ കണ്ണോടിക്കുന്ന ഏതൊരു മനുഷ്യനും കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആ ദൗത്യത്തെ, ആ വിഷയത്തെ വളരെ ഗൗരവത്തോടു കൂടി കാണാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. എന്നാൽ ഇതര സമൂഹങ്ങളിലെല്ലാം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വളർന്നു വന്ന പോലെ മുസ്ലിം ഉമ്മത്തിനിടയിലും ഒരുപാട് അന്ധവിശ്വാസങ്ങൾ, ഒരുപാട് അനാചാരങ്ങൾ പല രൂപത്തിൽ, പല കോലത്തിൽ, പല ഭാവത്തിൽ കടന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിന്റെ സുന്ദരമായ പ്രഖ്യാപനങ്ങൾക്കെതിരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 63 കൊല്ലം ജീവിച്ചു. 23 കൊല്ലം വഹിയുള്ള പ്രവാചകനായി, നബിയായി റസൂൽ ജീവിച്ചു. പ്രവാചകൻ തന്റെ ജീവിതത്തിൽ ഒന്നും പഠിപ്പിക്കാത്ത, പ്രവാചകന്റെ കാലശേഷം വർഷങ്ങളോളം ജീവിച്ച, സ്വഹാബത്തിന് കേട്ടുകേൾവിയില്ലാത്ത, പരിചയമില്ലാത്ത ഒരുപാട് ആദർശങ്ങൾ, ഒരുപാട് വിശ്വാസങ്ങൾ, പരിശുദ്ധ ദീനിന്റെ മേലിൽ കെട്ടിവെക്കുന്ന ഒരുപാട് അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങളെ ദിനേന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാല എന്ന പേരിൽ, മൗലിദ് എന്ന പേരിൽ, ഖുതുബിയ്യത്ത് എന്ന പേരിൽ, റാത്തീബ് എന്ന പേരിൽ വിശുദ്ധ ഖുർആനിനെതിരെ നിൽക്കുന്ന പരിശുദ്ധ ദീനിന്റെ സുന്ദരമായ ആദർശങ്ങൾക്ക് ഘടകവിരുദ്ധമായ ഒരുപാട് ഗദ്യങ്ങൾ, പദ്യങ്ങൾ നമ്മൾ കാണുകയാണ്. നമ്മുടെ വീട്ടിലെ പ്രിയപ്പെട്ട ഉമ്മമാർ ഏറെ പുണ്യത്തോട് കൂടി കാണുന്ന മൊയ്യൊന്നും കൂടാതെ പിണയാതെ സ്വന്നോർക്ക് മണിമാടം സ്വർഗത്തിൽ ന്യായം കൊടുക്കുമേ. ഈ മാലേ മൗലൂദൊക്കെ തെറ്റുകൂടാതെ കൃത്യമായ ഹറക്കത്തൊക്കെ മനസ്സിലാക്കി തെറ്റൊന്നുമില്ലാതെ തെജിവീദോടുകൂടി മൊയ്യൊന്നും കൂടാതെ പിണയാതെ സ്വന്നോർക്ക് മണിമാടം സ്വർഗത്തിൽ ന്യായം കൊടുക്കുമേ. ഈ മാലി മൗലൂദൊക്കെ തെറ്റുകൂടാതെ